എവിടെ കണ്ടതൊക്കെ വരുന്നേ? എൻ്റെ ഇരുന്ന് ആലോചിക്കും, അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോ കിട്ടുമല്ലേ? പകുതിയൊക്കെ ജീവിതത്തിലുണ്ടോ? ജീവിതമുണ്ട്, പിന്നെ വീഡിയോ ഇടണമെന്നുള്ളതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കും. ആരുടെ ജീവിതം ഇതിൽ കൂടുതൽ? എല്ലാവരുടെയും ജീവിതം വരും. എല്ലാവരുടെയും ജീവിതം വരും. നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഫ്യൂച്ചർ ഒക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉള്ളു. അജീഷയുടെ കണ്ട ഫ്യൂച്ചറിൽ അടുത്ത വീഡിയോ എന്തായിരിക്കും? ഞാൻ കാണുന്ന അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി കുഞ്ഞാവര്. അതാണ് ഇപ്പോഴത്തെ എക്സ്ക്ലൂസീവ് സാധനം അല്ലേ? കുഞ്ഞാവ് വരാൻ പോകും. ജൂൺ ജൂലൈയിലായിരിക്കും. അപ്പൊ നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ നിന്നുള്ള റീൽ ചെയ്യാം. അങ്ങനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് കുഞ്ഞിന്റെ എക്സ്പെക്ടേഷൻ? ഗേൾ ആണോ ബോയ് ആണോ? അങ്ങനെയൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഗേളിനോടാണ് കൂടുതൽ താല്പര്യം. ഗേളിനോടാണ് താല്പര്യം. അജീഷേറിന് ഗേളിനോടാണ് താല്പര്യം. എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ഫേസ് ഒക്കെ ഫെമിലിയർ ആണെങ്കിലും അധികം പേർക്ക് അറിയില്ല. എന്താണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അജീഷ് കുമാർ. എൻ്റെ ചാനലിൻ്റെ പേര് മൈ ഡ്രീം വേൾഡ്. ചേട്ടൻ്റെ വൈഫാണ് ഗോപിക. പറഞ്ഞതാ. എൻ്റെ പേര് വിഷ്ണു പോർക്കുളം എന്നാണ് ചാനലിൻ്റെ പേര്. ഞങ്ങൾക്ക് ഓൾറെഡി ഓരോരുത്തർക്ക് ഓരോ ചാനലുണ്ട്. എൻ്റെ ചാനൽ വിഷ്ണു പോർക്കുളം, സതീഷ് അമൃതരാജ്, മൈ ഡ്രീം വേൾഡ്. നമ്മുടെ കൂടെ ഒരാളോട് ഉണ്ട് വീഡിയോക്കകത്ത് ചെയ്യാൻ കൂടുതലും. ഭീമ വരുന്നേ ഉള്ളൂ, വരുമ്പോഴത്തേക്ക് കാണാം. നമ്മുടെ ഏറ്റവും കൂട്ടത്തിലെ പ്രായമുള്ള അമ്മയാണ് അല്ലേ ചേച്ചി? എൻ്റെ പേര് ഇന്ദുലേഖ. ഇവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കുന്നു. എല്ലാവരുടെ അമ്മയാണ്. എല്ലാവരുടെയും അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മക്കളെ ഏതായിരുന്നു? അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ എല്ലാരെയും ഇഷ്ടം. എല്ലാരും ഇഷ്ടമാണ്. കുറുമ്പുള്ള മക്കളെ ഏതാ ഇതില്? രണ്ടുപേരും. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവർ രണ്ടുപേരുടെ അമ്മയായിട്ട് അഭിനയിക്കും. അജീഷിന്റെ വിഷ്ണുവിന്റെ. സതീഷുമായിട്ട് ഞാൻ 2 വീഡിയോയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അജീഷിന്റെ വിഷ്ണുവിന്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു അമ്മയായിട്ട് അങ്ങ് മാറും. അവരാ സ്നേഹം തരുന്നതാണോ? അവരുടെ സ്നേഹവും പിന്നെ എന്തോ അറിയത്തില്ല. പക്ഷെ എന്തോ എൻ്റെ മൂത്ത മോനവൻ, രണ്ടാമത്തത് ഇത്, പിന്നെ എൻ്റെ 2 മക്കള്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം പോലും ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ അവർ രണ്ടിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ സ്വയം അങ്ങ് അമ്മയാവും. സതീഷ് കുറച്ച് സ്നേഹം തുടങ്ങിയതേ ഉള്ളൂ. സതീഷ് എനിക്ക് ഇഷ്ടമാണ്, പാവം. അവൻ്റെ കൂടെ ഞാൻ 2-3 വീഡിയോയെ ചെയ്തിട്ടുള്ളൂ. സതീഷ് എന്ന അമ്മയെ വീഡിയോ ചെയ്യാൻ വിളിക്കാത്തേ? അല്ല, ഞാൻ വേറെ ഒന്നുമില്ല, ഈ നാട്ടുകാരനല്ല, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നയാ. അപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം 10-20 കിലോമീറ്റർ വരും. ഈ 3-4 ചാനൽ നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെ ഒരുമിച്ചായേ? അത് സംഭവം അത് ലോങ് സ്റ്റോറിയാ. അല്ല, വിഷ്ണുവായിട്ട് ഞാൻ ഒരുമിച്ച എൻ്റെ കൂടെ പഠിച്ച PGക്ക് വിഷ്ണു കൂടെ പഠിച്ചതാ, MSc പഠിച്ച. ഞങ്ങൾക്ക് ഇതിന് മുന്നേ എൻ്റെ ചാനൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് ഇപ്പം കണ്ടിന്യൂസ്ലി വേറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഞാൻ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർ വേറെ കാര്യത്തിലോട്ടൊക്കെ ഇൻവോൾവ് ആയപ്പോഴത്തേക്ക് ഞാൻ സതീഷിനൂടെ PG പഠിക്കാൻ പോയപ്പോഴാണ് സതീഷിനെ മീറ്റ് ചെയ്യുന്നത്. സതീഷുമായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങി. പിന്നെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യമുള്ള. അപ്പോൾ അജീഷണ്ണ അന്ന് വേറെ ഫീൽഡിലാണ്, വേറെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയായിട്ടൊക്കെ നിന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അജീഷണ്ണായിട്ട് ചെയ്യും. അജീഷണ്ണ എപ്പോഴും ഫ്രീ അല്ലായിരുന്നു. അന്നേരം അതിന് ശേഷം അവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഫേമസ് ആണ്. നിങ്ങൾക്കറിയാം, പേര് പറഞ്ഞാൽ അത് വീഡിയോയിലുള്ളവർക്ക് ആൾക്കാരായിരുന്നു മനസ്സിലാവും. അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ട്, എല്ലാവരും ഫേമസ് ആയി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടൈമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് വരുന്നത്. ഇപ്പോൾ സതീഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എനിക്ക് ഞാൻ അങ്ങോട്ട് 2 വർഷത്തോളം കണ്ടിന്യൂസ്ലി രാവിലെ പോവുക, അവിടെ ചെല്ലുക, ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കുക, വൈകിട്ട് വരിക, രാവിലെ പോവുക, വൈകിട്ട് വരിക, വീഡിയോ എടുക്കാനായിട്ട് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇപ്പോൾ എൻ്റെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കും. മീൻസ് ഒരു വീട്ടിൽ ചെന്നാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ അവിടെ ചെന്ന് നിൽക്കും. ഇപ്പം അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിൽക്കുക. എന്നിട്ട് വൈകിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ ആവും രാത്രിയിൽ. ആ സമയം കാരണം എല്ലാം കൂടെ എടുത്ത് തീരുമ്പോഴത്തേക്ക് ആ സമയമായിരിക്കും. കുറച്ച് ടൈമായപ്പോൾ എല്ലാവരും നല്ല ഫെയിം എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ടൈം ഇല്ലാതായി, മനസ്സിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ ഈ നാട്ടിലോട്ട് വന്നിട്ട് ഇവിടെ ഉള്ളവരെ വെച്ച് ഇന്ദു ചേച്ചി, അങ്ങനെയാണ് ഇന്ദു ചേച്ചി കൊണ്ട് എൻ്റെ ബന്ധുവാണ്, ഞങ്ങളുടെ ബന്ധുവാണ്. അന്നേരം ഞാൻ ചെന്ന് ചോദിച്ചു വീഡിയോ ചെയ്യുന്ന താല്പര്യമുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി, ജസ്റ്റ് ചെയ്യാമോ, ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ, ഫ്രീ ആണോ എങ്കിൽ നമുക്ക് വീഡിയോ കയറ്റാൻ പറ്റും. അല്ലാതെ എനിക്ക് ഇങ്ങനെ സ്പെസിഫൈ ആയിട്ട് ആൾ വേണമെന്നൊന്നുമില്ല. ആരെങ്കിലും കിട്ടുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ടോട്ടലി ഇരിക്കുന്ന നമ്മുടെ കോൺസെപ്റ്റിനകത്ത് അത് പക്കയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആര് ചെയ്താലും കുഴപ്പമില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, ഇപ്പം പേരെന്താ ചോദിക്കാൻ മറന്നുപോയി കേട്ടോ. ആമി ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാനിപ്പോൾ ലേറ്റായിട്ട് വന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആമിയെടുത്ത് ചോദിക്കുക ഈ റോള് ചെയ്യാൻ താല്പര്യമുണ്ട്. ചെയ്യുന്നത് കുഴപ്പമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഒരു ഡയറക്ടറിൻ്റെ ഇരിക്കും എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ളത്, നമ്മളെങ്ങോട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അജീഷണ്ണ ഓൾറെഡി ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അജീഷണ്ണ വീഡിയോ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ മാരീഡ് ആയിട്ടില്ല, ഗോപികയില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തോ ചെയ്തു, സതീഷ് അവിടെ തന്നെ നിൽക്കുന്നത് അവൻ്റെ അവിടുത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ.
പിന്നെ ഇന്ദു ചേച്ചി വിളിച്ചു. ഇന്നലെ ഒരു അമ്മ റോളുണ്ട്, ചേട്ടൻ റോളുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ അപ്പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് വീഡിയോ പോകും. അങ്ങനെ തിരിച്ച് ഇത് കണക്കായി സതീഷ് ചന്ദ്രൻ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. അവിടെയും സതീഷിനോട് പറ്റുന്നില്ല, അവിടെ ആരും സമയമില്ല. അല്ല, അത് സംഭവമേ അത് നമ്മളൊരു കംഫർട്ട് സോണിൽ ഇപ്പോൾ ഈ ഫീൽഡിൽ അത് ഞാൻ പഠിച്ചൊരു പാഠം. ഈ ഫീൽഡിൽ നിൽക്കുന്നവരെ കൂടെ നമുക്ക് അത് മുന്നോട്ട് തുടരാൻ പറ്റും. വേറെ ഇപ്പം എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വിളിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ ടൈം സ്പെൻഡ് ചെയ്ത് അവർ എൻ്റെ അടുത്ത് വന്ന് കൂടെ നിൽക്കും. വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ വർക്കിൽ നിൽക്കുന്നവർ അവർ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുവാന്ന് പറയത്തില്ല, എന്തെങ്കിലും കള്ളം പറയും. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് കുറേ ഇങ്ങനെ ആയി ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു, അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത. നമ്മുടെ വീഡിയോ അടുത്തല്ല ഭീമയുടെ വീട്, അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് ഭീമ വരാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഭീമയുടെ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ ചെയ്യുന്നത്. ഭീമയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഹസ്ബൻഡുണ്ട്, ഭീമ ഉണ്ട്, പിന്നെ കുഞ്ഞുണ്ട്, പിന്നെ പെങ്ങളുണ്ട്. ഭീമയുടെ പെങ്ങളല്ല, മണിയൻ്റെ പെങ്ങളുണ്ട്, അനിയനുണ്ട്. അപ്പോൾ അത്രയും പേരൊക്കെ ഉണ്ട് അവിടെ. ബട്ട് അതിനകത്ത് അഭിനയിക്കുന്ന ഭീമ മാത്രമേ ഉള്ളൂ. മണിയണ്ണനൊക്കെ ഫ്രീ ആണ്ട് ചിലപ്പം ഫേസ് കാണിച്ചിട്ട് പോകും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കില്ല, എന്നെ കൂടി വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ ഞാനും വരട്ടെ? ഈ കൊല്ലത്തുള്ളവർ തന്നെ മെസ്സേജ് അയക്കാറില്ലേ? അവരുടെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. അവർക്കിപ്പം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോക്കകത്തൊന്ന് ചെയ്യിപ്പിച്ചിരിക്കും. എന്തായാലും ചെയ്യണം താല്പര്യമുള്ളവർ എന്തായാലും ഒരു വീഡിയോക്കകത്തൊന്ന് ചെയ്തിട്ട് പോകും. കാരണം അവരെപ്പോഴും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ താല്പര്യം കാണും, അവർ വരും, ഒരു വീഡിയോക്ക് വരും, പിന്നെയും വരും, പിന്നെ ഒരു നിലനിൽപ്പ് കാണത്തില്ല. ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി അവർ തന്നെ പോകും, അവർക്കൊരു മടുപ്പ് തോന്നി പോകും. പക്ഷെ ഇതേന്നും പറഞ്ഞ് നിൽക്കുന്നവരുടെ ആ മനസ്സ് വെച്ച് നിൽക്കുന്നവരുടെ കൂടെ നമുക്ക് മുന്നോട്ട് തുടരാൻ പറ്റത്തുള്ളൂ. പക്ഷെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ളത് കൊല്ലത്താണ്. ഇനിയും വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അടുത്ത യങ്സ്റ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. നമ്മൾ ഡൗൺ ആയാൽ പോയി. അപ്പം നമ്മൾ മുമ്പോട്ട് ഓരോന്ന് വലുതായിക്കൊണ്ടിരിക്കണം. അതായത് അവിടുന്ന് താന്നു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും ആക്ടിങ് തന്നെയാണോ താല്പര്യം? അല്ല, എൻ്റെത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള കണ്ടന്റ് വെച്ച് അങ്ങനെ വീഡിയോസ് കയറത്തില്ല. എൻ്റെ വീഡിയോസ് കൃഷിയാണ്, പ്രകൃതി രീതിയിലുള്ള വീഡിയോസുകൾ മാത്രമേ അത് ഓഡിയൻസ് എടുക്കത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഞാൻ പതുക്കെ കുറേശ്ശെ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അതും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് ചെയ്ത് മാറി വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചീനെ എപ്പോഴാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തണം തോന്നിയേ? പെണ്ണുണ്ടായിരുന്നു. പെണ്ണ് കാണാനായിട്ട് കയറിയപ്പം തന്നെ 1.5 മണിക്കൂർ എടുത്തു. റൂമിൽ കഥോടച്ചിട്ട് ഇവർക്ക് പേടിയൊക്കെ ആയി, ഇവർക്ക് തട്ടൊക്കെ തുടങ്ങി. 1.5 മണിക്കൂർ സംസാരിച്ചു. കാരണം നമ്മൾ തുറന്നങ്ങ് പറയും. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കിടന്ന് എനിക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഫുൾ അങ്ങ് തുറന്നു. ചേച്ചി നേരത്തെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ചേട്ടന്റെ 16ാമത്തെ പെണ്ണ് കാണലാണ് ചേച്ചി. എന്ത് പറ്റിയത് ഈ 16 പേര്? 15 പേർക്കും സർക്കാർ ജോലി മതി, നമ്മളെന്ത് ചെയ്യാന്? നമുക്ക് ഈ കൃഷിയും ഈ പാടവും വയലും ഇതൊക്കെ നമുക്ക് ഇഷ്ടം, മൃഗങ്ങളും അതും ഇതൊക്കെ ഇഷ്ടം. അപ്പോൾ അത് നമ്മൾ തുറന്നു പറയുമ്പോൾ അവർക്ക് അത് പറ്റത്തില്ല. എന്നിട്ട് ഈ ഇടയ്ക്ക് ഞാൻ പേര് ഞാൻ പറയുന്നില്ല, ആ കൊച്ചിന് മെസ്സേജ് അയച്ചു. അതിപ്പോൾ ഡിവോഴ്സിന്റെ വക്കി നിൽക്കും, പെണ്ണാണ് പോയതാ, അതിപ്പോൾ ഡിവോഴ്സിന്റെ വക്കി നിൽക്കുക. എനിക്കൊരു മെസ്സേജ്, എനിക്കങ്ങ് സന്തോഷം. എനിക്ക് ഇങ്ങനെ ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും. എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി ഇതേ ഉള്ളൂ, അല്ലാതെ ഞാൻ അവരടുത്ത് ദേഷ്യപ്പെടുന്നത് പറയുക അന്നത് സംഭവിച്ചായിരുന്നു. കാരണം ഇന്നിപ്പോൾ ഞാനും കൂടെ ചെയ്യുന്ന വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്നത് വരത്തില്ലായിരുന്നു, ഞാൻ അന്ന് സംഭവിച്ചിട്ടായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.